കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനും അതിൻ്റെ ഉപയോഗവുമാണ്. അതായത് സിവിൽ പ്രൊസീജിയർ കോഡിലെ ഓർഡർ 38 റൂൾ 9 എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭാര്യ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒരു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അതായത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഭാര്യ പറയുകയാണ്, ഭർത്താവിൻ്റെ വീട്ടുകാർ ഭാര്യയുടെ ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ഒരു 10 ലക്ഷമോ അല്ലെങ്കിൽ 25 ലക്ഷമോ അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അറ്റാച്ച്മെൻറ്റ് നടന്നിട്ടുള്ളത് എന്ന് വിചാരിക്കാം. എന്ന് മാത്രമല്ല ഭാര്യ പറഞ്ഞ ആ കാര്യം സത്യമാണ് എന്നും വിചാരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കുവാനായിട്ട് സിവിൽ പ്രൊസീജിയർ കോഡിലെ ഓർഡർ 38 റൂൾ 9 പ്രകാരം ഭാര്യ ആവശ്യപ്പെട്ട ആ തുക കോടതിയിൽ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കെട്ടി വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് ഒഴിവാക്കാം. അപ്പോൾ ഈ സെക്ഷന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റുകാരനാണെന്നും നിങ്ങൾ തെറ്റ് ചെയ്ത തുക എത്രയാണ് എന്നും കൃത്യമായിട്ട് തന്നെയാണ് ഭാര്യ കോടതിയിൽ പറയുകയും അത് ഭാര്യയ്ക്ക് അവകാശപ്പെട്ട തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ കേസിന് പോയിട്ട് കാര്യമില്ല, ആ ഭാര്യ പറഞ്ഞ തുക കോടതിയിൽ കെട്ടിവയ്ക്കുക, അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കുക. ഇതാണൊരു നോർമൽ മെത്തേഡ്. ഇനി ഭാര്യ പറയുന്നത് നുണയാണ് എന്നുണ്ടെങ്കിലോ അപ്പോൾ നമുക്ക് എങ്ങനെ അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കാം, അത് ആ സെക്ഷനും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.